നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1:35 PM മുതൽ 2026 സെപ്റ്റംബർ 3 രാവിലെ 7:25 AM ഇടയിലുള്ള ഏകദേശം 7 ദിവസം തുലാം രാശിക്ക് മന്ത്രജപങ്ങളിലൂടെയും കഠിനവ്രതത്തിലൂടെയും ഇടിവെട്ട് സൗഭാഗ്യം നേടാം. ഓക്കെ, ചുമ്മാ ഒന്നും നടക്കത്തില്ല. ഇമ്മിണി അത്യാവശ്യം നല്ല രീതിയിൽ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, പിന്നെ ഏറ്റവും പ്രധാനം ബ്രഹ്മമുഹൂർത്തത്തിൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും വേണം കൃത്യസമയത്ത്. അങ്ങനെയൊക്കെ നിരവധി അനുഷ്ഠാനങ്ങളിലൂടെ തീർച്ചയായിട്ടും തുലാം രാശിക്ക് വളരെ വലിയ നേട്ടങ്ങൾ, ഒരുപക്ഷെ കോടികൾ വരെ നേടാൻ പറ്റും. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. അതായത് ഓഗസ്റ്റ് 27, 28, 29, 30, 31, സെപ്റ്റംബർ 1, 2 ഈ ദിവസങ്ങളിൽ, സെപ്റ്റംബർ 3 രാവിലെ 7:25 AM ഉള്ളിൽ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുമാത്രമല്ല, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹം പോലുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഏകദേശം 2 ഗ്രഹങ്ങളും നിൽക്കുന്നു, ചൊവ്വയും വ്യാഴവും. ഓക്കെ, ബാക്കിയെല്ലാം അനുകൂലമാണ്. ഓക്കെ, ചന്ദ്രൻ ഈ പറഞ്ഞ ഓഗസ്റ്റ് 29 രാത്രി 9:37 PM കൂടുതൽ അനുകൂലമായിട്ട് വരും. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ചന്ദ്രൻ ഓഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1:35 PM മുതൽ ഓഗസ്റ്റ് 29 രാത്രി 9:37 PM വരെ 5ാം ഭാവത്തിലാണ്. ഓക്കെ, അപ്പോൾ പിതാവിൽ നിന്ന് അനുഗ്രഹം കിട്ടും, നിരവധി തരത്തിലുള്ള അനുഗ്രഹം കിട്ടും. നിങ്ങളുടെ പിതാവിന് ഐശ്വര്യം ഉണ്ടാവുകയും സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ ഇതേ ഫലം തന്നെയാണ് സൂര്യൻ ചിങ്ങം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിങ്ങളുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അതും ഏതാണ്ട് ഇതേ ഫലം തന്നെയാണ് തരുന്നത്. പിന്നെ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും. ഓക്കെ, പിന്നെ സർപ്പം ശിഖി, അതായത് രാഹുവും കേതുവും, ഇവ രണ്ടും അനുകൂലമായിട്ട് തന്നെ കണക്കാക്കാം. കേതു നിൽക്കുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. സർപ്പം അഥവാ രാഹു നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. ഓക്കെ, സർപ്പം 5ാം ഭാവത്തിൽ അത്ര വലിയ നേട്ടങ്ങൾ വരത്തില്ലെന്ന് പറയാം. പക്ഷേ സർപ്പം അഥവാ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ പൂർവ്വ പുണ്യസ്ഥാനത്ത് മാത്രമല്ല, പിതാവുമായിട്ട് ബന്ധപ്പെട്ട 5ാം ഭാവത്തിലാണെന്ന് മാത്രമല്ല നിൽക്കുന്നത്, ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിലാണ്. ഈ രാഹു കേതുക്കൾക്ക് സ്വന്തമായിട്ട് സ്വക്ഷേത്രങ്ങളില്ല. അത് എവിടാണോ നിൽക്കുന്നത്, ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ആ രാശ്യാധിപൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇവിടെ സ്വക്ഷേത്രപരമായ ശനിയുടെ സ്വഭാവമാണ് രാഹു അഥവാ സർപ്പം ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അത് ശനിയുടെ സ്വക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം, മകരവും കുംഭവുമാണ്. അതിൽ തന്നെ കൂടുതൽ ശക്തി, പരമാവധി ശക്തി വരുന്നത് കുംഭൻ രാശിയിലാണ്. അപ്പോൾ ആ അതിശക്തമായ ശനിയുടെ സ്വഭാവമാണ് സർപ്പം അഥവാ രാഹു നിങ്ങൾക്ക് സ്വഭാവമാണ് കാണിക്കുന്നത്.
അതുകൂടാതെ 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് ശനി നിൽക്കുന്നത്. അത് 2027 ജൂൺ 3 വരെ തുടരും. അപ്പോൾ ഈ 2027 ജൂൺ 3 ശനി മാറുന്നത് അത്ര സുഖകരമായിട്ടുള്ള സ്ഥലത്തേക്കല്ല. ശനിയുടെ നീചരാശിയായ നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്കാണ്. പ്രശ്നമാണ്. ഓക്കെ, അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ആ കാലത്ത് പറഞ്ഞുതരാം. സംഭവം കുഴപ്പമാണ്. ഓക്കെ, അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ശനി അനുകൂലമാണ്. 6-ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രധാനമായിട്ടും ശത്രുക്കൾ, രോഗം, കടം, അപകടം, കേസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 6-ാം ഭാവം സൂചിപ്പിക്കുന്നത്. ഇവയിലെല്ലാം തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. ഈ രംഗങ്ങളിൽ നേട്ടം ഉണ്ടാകും. രോഗങ്ങൾ ശമിക്കും. രോഗങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറിയെന്ന് വരാം. പിന്നെ കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. അത് മാത്രമല്ല, ശനി പവർഫുള്ളായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം 3, 6, 11 ഈ ഭാവങ്ങളിലാണ്. അതിൽ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കളൊക്കെ ഒന്ന് ഡിമ്മടിക്കും. ഓക്കെ, അത് മാത്രമല്ല, ശനി പവർഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടോളൂ അത് വിജയകരമായി പര്യവസാനിക്കും. ഏറ്റവും ചെറിയൊരു കാര്യം പറയാം. നിങ്ങൾ മലക്കറിക്കടയിൽ പോയി മലക്കറി മേടിക്കുമ്പോൾ അപ്പോൾ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെറിയൊരു സംഭവമാണ്. പക്ഷേ അതിൽ പോലും നിങ്ങൾക്ക് വിജയം, അതായത് നല്ല മലക്കറി നിങ്ങൾക്ക് കിട്ടും. നല്ല ഫ്രഷ് മലക്കറി, ഒരുപക്ഷെ വിലയും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ സംരംഭങ്ങൾ വരെ നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് ശനി പവർഫുള്ളായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതുതന്നെ ഇവിടെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയുണ്ട്. ഈ ആഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1:35 PM മുതൽ സെപ്റ്റംബർ 3 രാവിലെ 7:25 AM വരെ. ഇതിനിടയ്ക്ക് സെപ്റ്റംബർ 2-ാം തീയതി ശുക്രൻ നിങ്ങളുടെ രാശിയിലേക്ക് മാളവ്യ യോഗത്തോടുകൂടി തുലാം രാശിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സെപ്റ്റംബർ 2 മാത്രമാണ്. അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ഞാനിപ്പോൾ പറഞ്ഞത് ചന്ദ്രൻ, സർപ്പം, ശനി ഇവയുടെ അനുകൂല ഭാവങ്ങളാണ്. കൂടാതെ നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ 9-ാം ഭാവത്തിൽ വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല, പക്ഷേ ദോഷമൊന്നും ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ സെപ്റ്റംബർ 22-ന് സെപ്റ്റംബർ 18-ന് ശനി നിങ്ങളുടെ കർമ്മഭാവത്തിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഒരു 9 മാസം അടിപൊളി സമയമാണ് ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ചൊവ്വ അവിടെ കർക്കിടക രാശിയിൽ നീചനാണ്. പിന്നെ അതിനുശേഷം പിന്നെയും 10-45 ദിവസം കഴിയുമ്പോൾ ചിങ്ങം രാശിയിലേക്ക് വരും. പിന്നെ തിരിച്ച് വീണ്ടും കർക്കിടക രാശിയിലേക്ക് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിച്ച് ഒരു 9 മാസം നിങ്ങൾക്ക് ചൊവ്വ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും വരാൻ പോകുന്നതാണ്. അതൊക്കെ വരാൻ പോകുന്ന കാര്യം. എന്തായാലും ഈ ആഴ്ച, അതായത് ആഗസ്റ്റ് 27 തൊട്ട് സെപ്റ്റംബർ 3 രാവിലെ വരെ നിങ്ങൾക്ക് അടിപൊളി സമയമാണ്. ഇടിവെട്ട് സൗഭാഗ്യമാണ്. പക്ഷേ പെട്ടെന്ന് ഇതൊന്നും നിങ്ങൾക്ക് കരഗതമാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ നിരവധി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. ഞങ്ങളിവിടെ ഇരുന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് തുലാം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചേ നടക്കത്തുള്ളൂ. നിങ്ങൾ കർമ്മവും ചെയ്യണം, നിരവധി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗ്രഹസ്ഥിതി ഒന്നും കൂടി കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത് പറയാം. കർമ്മഭാവത്തിലാണ് വ്യാഴം. വ്യാഴം അവിടെ കർക്കിടക രാശിയിൽ ഉച്ചരാശിയിൽ ഹംസയോഗത്തോടു കൂടി നിൽക്കുക. പവർഫുള്ളാണ്. കർമ്മഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വലിയ ഗുണങ്ങളൊന്നും നേടാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ തൊഴിൽ രംഗം, കർമ്മരംഗം പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് സാമ്പത്തിക നേട്ടമല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ തൊഴിൽ രംഗത്തെ
ശത്രുക്കൾ ദുർബലരാകും. അത് വ്യാഴം കൊണ്ട് മാത്രമല്ല, ശനി ഇവിടെ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശത്രു നിലം പരിശാവുമെന്നുള്ള ഫലമാണ് ശനി വരുന്നത്. അപ്പോൾ ശനിയും വ്യാഴവും ഇവിടെ കർമ്മരംഗത്തെ ഈ ശത്രുക്കളെ ഒതുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുക. അതുമാത്രമല്ല, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, അത് സാമ്പത്തിക നേട്ടമല്ല, മറിച്ച് ചിങ്ങം രാശിയിലേക്ക് അടുത്ത വർഷം വ്യാഴം വരുന്നതിൻ്റെ വലിയൊരു അടിത്തറ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഉറപ്പിക്കാൻ ഈ വ്യാഴത്തിൻ്റെ കർമ്മഭാവത്തിലെ സ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ സാമ്പത്തിക നേട്ടത്തേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും കർമ്മരംഗം അത്യധികം സമൃദ്ധമാവാൻ ഉള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് വ്യാഴം കർമ്മഭാവത്തിൽ നിന്നുകൊണ്ട്. പിന്നെ ചിങ്ങമാസം മുഴുവൻ നമുക്ക് സൂര്യൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ചിങ്ങം രാശിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ 11ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ വിജയം, പിതൃഗുണം, സന്താന നേട്ടം ഇവ ഉണ്ടാക്കും. അതുമാത്രമല്ല, 11ാം ഭാവത്തിൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിപുണയോഗം, അതായത് ബുധാദിത്യ യോഗം അഥവാ രവി ബുധയോഗം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പരമാവധി പുറത്തെടുക്കാൻ ഈ സൂര്യൻ്റെയും ബുധൻ്റെയും കൂടിച്ചേരലുകൾ അതിൻ്റെ പരമാവധി ശക്തിയോടെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ, നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ 12ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്, നീചരാശിയിലാണ്. എന്നാൽ തന്നെയും 12ാം ഭാവത്തിലെ ശുക്രൻ അനുകൂലമായിട്ടുള്ള ഫലം തന്നെ തരും. അപ്പോൾ ചുരുക്കത്തിൽ പ്രതികൂലമായിട്ട് ഇവിടെ ഒരു ഗ്രഹവുമില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ 7 ദിവസം നിങ്ങൾക്ക് മന്ത്രജപങ്ങളിലൂടെയും ക്ഷേത്ര ദർശനങ്ങളിലൂടെയും മറ്റ് പൂജകളും വഴിപാടുകളും ഒക്കെ അതിൽ കൂടെയും, പിന്നെ തീർച്ചയായിട്ടും ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയെല്ലാം പാലിച്ച് അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഇടിവെട്ട സൗഭാഗ്യം തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കഠിനവ്രതം, അത് അതിൻ്റെ ആവശ്യമുള്ളവർ ചെയ്യുക. കഠിനവ്രതം അല്പം പ്രയാസമുള്ള കാര്യമാണ്, നിസ്സാര കാര്യമൊന്നുമല്ല. കഠിനവ്രതം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആവുക മാത്രമല്ല, പിന്നെ നിരവധി കാര്യങ്ങളുണ്ട്. നിർബന്ധമായിട്ട് എല്ലാവരും, തുലാം രാശിക്കാരെല്ലാവരും, പ്രത്യേകിച്ച് 2027 ജൂൺ 3 ശനി നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് മാറുന്നു. അതിനു മുമ്പായിട്ട് പരമാവധി നിങ്ങൾ നേട്ടങ്ങൾ നേടിയെടുത്തേ പറ്റൂ. കാര്യം അതിനുശേഷം പിന്നെ ഏകദേശം 5 വർഷത്തോളം നിങ്ങൾക്ക് അത്ര വലിയ നേട്ടങ്ങളൊന്നും വരത്തില്ല. കാര്യം ശനി പ്രതികൂലമായിട്ട് വരുന്നു. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇപ്പുറത്തോട്ട് ചാടുന്നുണ്ട്. ഒരു 3 മാസത്തോളം, ജൂൺ 3 തൊട്ട് ഏകദേശം 3 മാസത്തോളം പ്രതികൂലമായിട്ട് നിന്നിട്ട് പിന്നെ തിരിച്ച് മീനം രാശിയിലേക്ക് അനുകൂലമായിട്ട് വരും. എന്നാൽ തന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2027 ജൂൺ 3 നമുക്ക് പരമാവധി നേട്ടങ്ങൾ നേടിയെടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അനുഷ്ഠാനങ്ങൾ, കഠിനവ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഞാൻ നിർദ്ദേശിക്കുന്നില്ല, അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. കാര്യം വലിയ പ്രയാസപ്പെട്ട കർമ്മങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. വെജിറ്റേറിയൻ ആവുക മാത്രമല്ല, നിർബന്ധമായിട്ടും എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരിക്കണം, നിർബന്ധമാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 28-ാം തീയതി ബ്രഹ്മമുഹൂർത്തം വരുന്നത് രാവിലെ 4:41 AM മുതൽ രാവിലെ 5:29 AM വരെയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റിരിക്കണം. കുളിച്ച് തയ്യാറായി 5:13 അല്ലെങ്കിൽ 5:22 നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങളൊക്കെ ഞാനുമായിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ
ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഫോൺ വിളിക്കരുത്, വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഈ മന്ത്രങ്ങൾ, കുറേ മന്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മന്ത്രങ്ങളാണ്. അതിൽ സെലക്ട് ചെയ്ത് ഞാൻ കുറേ മന്ത്രങ്ങൾ പറഞ്ഞു തരാം. അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ സമയക്കുറവ്, അതുകൊണ്ട് പറയുന്നില്ല. എനിവേ, കൂടാതെ ക്ഷേത്ര ദർശനം നിർബന്ധമാണ്. അപ്പോൾ അത് ഏതൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകണമെന്നുള്ളത് പൊതുവെ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഗ്രഹസ്ഥിതി നോക്കണം. രാശിഫലം മാത്രം നോക്കിയാൽ പോരാ, നിങ്ങളുടെ ലഗ്നം നോക്കണം. ആ ലഗ്നത്തിൻ്റെ ഏത് രാശിയാണോ ആ രാശിയുടെ ഫലവും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തുലാൻ രാശിയാണ് എങ്കിലും എൻ്റെ ലഗ്നം വരുന്നത് കർക്കിടകം ലഗ്നമാണ്. അത് കർക്കിടക ലഗ്നത്തിന് അത്ര വലിയ നല്ല സമയമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി മിക്സഡായിട്ടേ വരത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഗ്രഹനില, ആദ്യം ഗ്രഹനില നോക്കുമ്പോൾ ആദ്യം ലഗ്നാധിപൻ ആരാണെന്ന് നോക്കണം. അതിൻ്റെ ശക്തി ഇവിടെ ഗ്രഹനിലയിൽ എത്രത്തോളം ഉണ്ട്, അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താണ് മഹാദശ, അന്തർദശ, ഇവയൊക്കെ അനുകൂലമാണ്. ഇതെല്ലാത്തിനും പുറമെ നിങ്ങളുടെ കുടുംബ അംഗങ്ങളെല്ലാവരും തന്നെ ഈ പറഞ്ഞ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, ഇവയെല്ലാം തന്നെ പാലിച്ച് അനുഷ്ഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഫലത്തിൽ ജീവിതത്തിൽ അനുഭവപ്പെടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഇടിവെട്ട് സൗഭാഗ്യം വരുന്നില്ലെന്ന് എൻ്റെ അടുക്ക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം. അത് ഒരു ദിവസം കുറച്ച് മാസത്തിന് മുമ്പ് ഒരാൾ പറഞ്ഞതാണ്. അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റു, ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോയി ലോട്ടറി എടുത്തു, 5000 രൂപയ്ക്ക് അങ്ങോട്ട് ലോട്ടറി എടുത്തു, ഒന്നും അടിച്ചില്ല, എന്നെ ചീത്ത വിളിക്കുക. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഒരു ദിവസമല്ല, ഈ ഒരാഴ്ചയല്ല, മറിച്ച് ജീവിതകാലം മുഴുക്കേ അത് ചെയ്തേ ഒക്കത്തുള്ളൂ. അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം കൃത്യസമയത്ത് നടത്തുക. അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും 5:13 പ്രാർത്ഥിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും 5:13 പ്രാർത്ഥിച്ചേ ഒക്കത്തുള്ളൂ. പിന്നെ ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ടും ഷാർപ്പ് ടൈം, അതുപോലെ രാവിലെ കുളിക്കുന്നതിന് കൃത്യ സമയമായിരിക്കണം, ആഹാരം കഴിക്കുന്നത് കൃത്യസമയമായിരിക്കണം, ഒരു ചായ കുടിക്കുന്ന പോലും കൃത്യസമയത്തിനായിരിക്കും. അത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ദൈവാധീനം വരികയും ചെയ്യും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലെ കുറേ കർമ്മത്തിൽ നമ്മൾ എന്താ പറയുക, ഒരു പട്ടാളച്ചിട്ട കൊണ്ടുവന്നെങ്കിലേ ഒക്കത്തുള്ളൂ, എങ്കിലേ ഈശ്വരനൊന്ന് ശ്രദ്ധിക്കത്തുള്ളൂ, എങ്കിലേ ഈശ്വരന് മനസ്സിലാകത്തുള്ളൂ വെളിച്ചം ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന്, എങ്കിലേ ഈശ്വരൻ ശ്രദ്ധിക്കത്തുള്ളൂ. അല്ലാതെ ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് ഉറങ്ങിയിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ദാനധർമാദികൾ, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് സദ്യ നടത്താമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ചായ മേടിച്ചു കൊടുക്കുക ഒരാൾക്ക്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരാൾക്ക് ഒരു ഫുൾ മീൽ, ഒരു നേരത്തെ പൂർണ്ണമായ ആഹാരം, നിങ്ങൾ കഴിക്കുന്ന അതേ ആഹാരം ഒരാൾക്ക് ദാനം ചെയ്യുക. പിന്നെ വസ്ത്രം ദാനം ചെയ്യുക. അങ്ങനെ നിരവധി തരത്തിലുള്ള ദാനങ്ങളുണ്ട്. ആ ദാനധർമാദികൾ, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതായത് ഏറ്റവും സൗമ്യനായിട്ട് എല്ലാവരും പെരുമാറുക. അതായത് ഞാൻ പറയുന്നതൊക്കെ കേട്ട് കുറച്ച് മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം അങ്ങോട്ട് എഴുന്നേറ്റ് കുളിച്ച് പോയി ലോട്ടറി എടുത്തിട്ട് അടിച്ചില്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത്. അങ്ങനെയൊക്കെ ഉള്ള കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി. അതായത് ഈശ്വരന് ഇഷ്ടപ്പെടാത്ത ഒരു കർമ്മവും നമ്മൾ ചെയ്യാൻ പാടില്ല. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി മോട്ടിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ ഈശ്വരന് ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, ചിന്തിക്കാനേ പാടില്ല. സദാസമയവും ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുക, ജപശക്തി നേടുക. അത് ഒരു ദിവസം കൊണ്ടൊന്നും നേടാകത്തില്ല, ഒരു വർഷം കൊണ്ടും നേടാകത്തില്ല. മറിച്ച് ദശാബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജപശക്തിയിലൂടെ, മന്ത്രശക്തിയിലൂടെ, മന്ത്രജപശക്തിയിലൂടെ നിങ്ങൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ പറ്റുകയുള്ളൂ. ഈശ്വരൻ്റെ കൈ പിടിക്കണം. ഈ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ നിമിഷത്തിൽ ഈശ്വരൻ്റെ കൈ പിടിക്കുക. നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ വഴിത്താരയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും നിങ്ങൾക്ക് വേണ്ടി വഴിമാറും. ഈശ്വരൻ്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ചെറിയ പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ വലിയ ഇതുപോലുള്ള കൂടിയ വസ്ത്രങ്ങളൊന്നും ധരിച്ചുകൊണ്ട് നടക്കരുത്. ചെരുപ്പ് ധരിക്കരുത്. അങ്ങനെയൊക്കെ ഈ കഠിന വ്രതത്തിൽ പറഞ്ഞിട്ടുള്ള. അതുപോലെ തന്നെ ശബരിമലയിൽ പോകുന്ന ഈ മലയാളികൾ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല, തമിഴന്മാരൊക്കെ ചെയ്യാറുണ്ട്. അതായത് വാഹനം ഉപയോഗിക്കത്തില്ല. ഒരു 50 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകാനാണെങ്കിൽ നടന്നേ പോകത്തുള്ളവർ. പറ്റുമോ? അത് ഒക്കെ കഠിന വ്രതത്തിൽ ഉൾപ്പെടുന്ന. അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ കുടിൽ നിർമ്മിക്കുക, അങ്ങോട്ട് മാറുക, പ്രത്യേകം ആഹാരം തയ്യാറാക്കുക. നിങ്ങളുടെ വീട്ടിൽ വേറെ അവർ എന്തെങ്കിലും ചെയ്യും, പക്ഷെ കുടിൽ കെട്ടി വേറെ താമസിച്ച് അവിടെ പ്രത്യേകം ആഹാരം പാചകം ചെയ്ത് കഴിക്കുക. വലിയ പാടാ. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല കഠിന വ്രതത്തിൽ. അതൊക്കെ വലിയ പാടാണ്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തും സംഭവിക്കാം. കോടികളുടെ വരുമാനം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ജോലിയുണ്ട്, അതിൻ്റെ ശമ്പളം കിട്ടുന്നു. അത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് കോടികളൊന്നും നേടാനാകത്തില്ല. മറിച്ച് മറ്റ് സൈഡ് ബിസിനസ്സുകൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവണമെങ്കിൽ വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവിനുള്ള സാഹചര്യം ഒരുക്കണം. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഒരു വാടക കെട്ടിടം എടുത്ത് അവിടെ ബിസിനസ് തുടങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ₹1 ചിലവില്ലാത്ത നിരവധി സൈഡ് ബിസിനസ്സുകളുണ്ട്. നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് രാജിവെക്കാതെ തന്നെ സൈഡ് ബിസിനസ്. അപ്പോൾ നിങ്ങൾ പറയും സമയം കിട്ടത്തില്ല. അത് ഒഴിവുള്ള സമയത്ത് മാത്രം നിങ്ങൾ സൈഡ് ബിസിനസ്സുകൾ ചെയ്യുക. നിരവധിയുണ്ട്. അതൊക്കെ ഞാനുമായിട്ട് ഈ പറയുന്ന വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വിവിധ സ്രോതസ്സിലൂടെ നിങ്ങൾക്ക് കോടികൾ വരെ കൈവരാൻ സാധ്യതയുണ്ട്. അത്രയും മെച്ചപ്പെട്ട ഒരു കാലയളവാണ് ഈ ആഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1:35 PM മുതൽ സെപ്റ്റംബർ 3 രാവിലെ 7:25 AM വരെയുള്ള ഒരാഴ്ചക്കാലം. അപ്പോൾ ഇതൊക്കെ നോക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 2027 ജൂൺ 3 ശനി മാറുന്നുണ്ട്, പ്രതികൂലമായിട്ടാണ് മാറുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ പരമാവധി നേട്ടങ്ങൾ നേടിയേ ഒക്കത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഏകദേശം ഇടയ്ക്ക് ഒരു ശനി മാറിയിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് മീനൻ രാശിയിലേക്ക് അനുകൂലമായിട്ട് വരുന്നെങ്കിലും പിന്നെ ഒരു 6 മാസമൊക്കെ കഷ്ടിച്ച് അനുകൂലമായിട്ടുള്ളൂ. അതിനുശേഷം 5 വർഷം, ശ്രദ്ധിച്ച് കേൾക്കുക, 5 വർഷം ശനി പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഓക്കെ, അസുഖങ്ങളൊക്കെ വരാം, നിങ്ങളുടെ ഭാര്യയ്ക്ക്, ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏകദേശം അതിൻ്റെ ഒരു കാലഘട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭിക്കുന്നത് 2027 ജൂൺ 3 തൊട്ടാണ്. അതിനുശേഷം ഒരു 3-4 മാസം അനുകൂലമായിട്ടൊക്കെ വരും. അത് പക്ഷേ വലിയ നേട്ടങ്ങളൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ
ശ്രദ്ധിച്ചു കേൾക്കുക. 2027 ജൂൺ 3 മുമ്പായിട്ട് നിങ്ങൾ പരമാവധി നേട്ടങ്ങൾ നേടിയേ ഒക്കത്തുള്ളൂ. അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കഠിന വ്രതം തന്നെ അനുഷ്ഠിക്കുക. അപ്പോൾ എല്ലാ കാര്യത്തിലും സംശയങ്ങൾ നിവർത്തിക്കായിട്ട് ഞാനുമായിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫോൺ വിളിക്കരുത്, തിരക്കാണ്, എല്ലാം കൊണ്ടും തിരക്കാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.